മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസെടുത്ത പോലീസ്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ പെരുമ്പള സ്വദേശി SR ധന്യക്കെതിരെയാണ് ഉപ്പള പോലീസ് കേസെടുത്തത്. നിങ്ങൾ അറിഞ്ഞീന നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഹെലൻ ഓഫ് സ്പാർട്ട മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസെടുത്തു. ഈ ഒരു ന്യൂസ് ചാനലിലൊക്കെ വലിയ ഗംഭീരമായിട്ട് അങ്ങ് വന്നുകൊണ്ടിരിക്കുക, അതായത് നമ്മുടെ മാധ്യമങ്ങളിൽ കേട്ടോ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ? ഇത് ഒരു ചാനലിലല്ല, മിക്ക ചാനലുകളും ഈ ഒരു വാർത്ത വന്നു. അപ്പൊ അതിൽ എന്തോ ഒരു സത്യം ഇല്ലാതില്ല. എന്തായാലും ഈ ഒരു വിഷയത്തില ഹെലനോസ് സ്പാർട്ട തന്നെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ഹെലനോസ് സ്പാർട്ടയ്ക്ക് പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എൻ്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം, വെരി 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 സോറി. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അത് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി ഒരു പെഗ് എന്നല്ല, അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവും എന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം, കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എന്റേത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയില്ല. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത്, ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെയും, എന്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ കുറച്ചുപേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എന്റെ നമ്പർ ഒന്നും എഴുതിയിട്ടോ, ഞാൻ വെക്കാം ഇവിടെ, ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എന്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. പിന്നെ അപ്പൊ അത് എനിക്ക് ബാക്കി എന്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ചെയ്യില്ല. ഈ പറയുന്നത് പോലെ നിങ്ങളെ കാറ് പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമുണ്ട നിന്നോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങള് പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ, ഞാൻ ഡിവൈഎസ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ, ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, എന്നെ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങളത് കോടതി പോയി അടക്കുക, അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല,
ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യവുമല്ല കേട്ടോ, വിഷയമുള്ള കാര്യവുമല്ല, ഞാനത് നിഷേധിക്കുന്നുമില്ല. എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുകയില്ല. ഒരിക്കലും ഐ പ്രോമിസ് യു ദാറ്റ് ഞാനത് റിപ്പീറ്റ് ചെയ്യുകയില്ല. അപ്പൊ നമ്മൾ കേട്ട വാർത്ത സത്യം തന്നെയാണ്. ഹെലനോസ് സ്പാർട്ട തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു, സമ്മതിച്ചു. തെറ്റല്ലേ മോളെ, ബിയർ അടിച്ചിട്ട് വാഹനം ഓടിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അത് ശരി തന്നെയാണ്. അല്ല, ഞാൻ ഓർത്തു തെറ്റായ ഒരു വാർത്ത എല്ലാ ചാനലിലും വരുമോ? ഇല്ലല്ലോ. അപ്പം അതിലെന്തെങ്കിലും ഒരു സത്യമില്ലാതെ വരത്തില്ലല്ലോ. ഇപ്പം അതിൻ്റെ ഉത്തരവാദി തന്നെ വന്നിട്ട് സത്യം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇച്ചിരി ഉള്ളത് ഒത്തിരി പൊലിപ്പിച്ച് കാണിക്കുന്നതാണല്ലോ നമ്മുടെ മാധ്യമങ്ങളുടെയും ചാനലുകളുടെയും മെയിൻ പരിപാടി. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത ഇത്രയും അങ്ങ് പെരുപ്പിച്ച് കാണിച്ചു, അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. കാരണം മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നല്ലൊരു പരിപാടിയല്ല. അവർ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ അത് അവരുടെ ഇഷ്ടം. പക്ഷെ അത് കുടിച്ചിട്ട് ഇങ്ങനെ വാഹനം ഓടിക്കുന്നത് അത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ല അത് സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. അപ്പം അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ പെൺകൊച്ചിനെ വെറുക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇഷ്ടക്കേടും ഇല്ല, അങ്ങനെ ഒരുപാട് ഇഷ്ടവും ഇല്ല. ചില വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ പെൺകുട്ടി പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അത് അത്ര നന്നായിട്ട് തോന്നാറുമില്ല. അങ്ങനെയൊക്കെ വലിയ രീതിയിൽ ന്യായീകരിച്ചിരുന്ന ആൾക്ക് തന്നെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇഷ്ടം തന്നെ കേട്ടോ. ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യണ്ടേ? ഇങ്ങനെ മദ്യപിച്ചിട്ടൊക്കെ വാഹനം ഓടിക്കുക, പിന്നെ പോലീസ് പിടിക്കുക, പെറ്റി അടയ്ക്കുക, പിന്നെ അത് മാധ്യമങ്ങളിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതത്ര നല്ല പരിപാടിയാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ഈ പെൺകുട്ടി തന്നെ വന്നിട്ട് ഇപ്പോൾ തെറ്റ് സമ്മതിച്ചിരിക്കുകയാണ്, എനിക്കങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മോളെ. ചെയ്തത് നല്ല ഒന്നാന്തരം നെറുകെട്ട പരിപാടി തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു ശിക്ഷയായിട്ടാവണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുമല്ലേ, മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അങ്ങേറിൽ കിടന്ന് പാറി പറന്നു, അതല്ലാതെ വേറെ എന്താ പറയുക. കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ, അതുകൊണ്ട് തന്നെ ഇത് ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും, തെറി പറയും, ട്രോളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം രണ്ട് കൈനീട്ടി അങ്ങ് സ്വീകരിച്ചോളുക. സത്യം പറഞ്ഞാൽ നമ്മൾ ആരെ വിശ്വസിക്കും, ആരെ വിശ്വസിക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ നല്ല രീതിയിലൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഇതുപോലുള്ള പല ന്യൂസുകൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മളൊന്നും ആ കൂട്ടത്തിലുള്ളതല്ല കേട്ടോ. നമ്മളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും വലിയ ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലൊരു പ്രവൃത്തി കാണിച്ച് അത് മാധ്യമങ്ങളിൽ വരുന്നു. അച്ചച്ചേ നാണക്കേട്. അല്ലാതെ എന്ത് പറയാൻ? അല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പെങ്കൊച്ച് ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ പെങ്കൊച്ചിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അത് ആഘോഷിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ വീഡിയോ നമുക്കൊന്ന് കാണാം കേട്ടോ. എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലനോസ് സ്പാർട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും എന്തായാലും അത് സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. പഠിച്ചോന് എന്താ പറയുക, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സത്യമാണ് വിജയിക്കുകയുള്ളൂ.